ചർച്ച് ആക്ട് വന്നെന്നും ഇരിക്കട്ടെ, വന്നതുകൊണ്ട് ഏത് ക്രിസ്ത്യാനിക്കാണ് ഇവിടെ കിടപ്പാടം പോകാൻ പോകുന്നത്? അവൻ്റെ സ്ഥലം ഏത് ക്രിസ്ത്യാനിക്കാണ് പോകാൻ പോകുന്നത്? അവൻ്റെ ആരാധനയും ഇവിടെ അടച്ചിടില്ല. അവൻ്റെ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടാവും. പിന്നെ ക്രിസ്ത്യാനിക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഇവിടെ ചർച്ച് ആക്ട് വന്നതുകൊണ്ട്. അത് ചർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടുത്തെ ഒരു സെൻറ്റ് ഭൂമി പോലും ക്രൈസ്തവ സഭകൾ അനധികൃതമായി സ്വന്തമാക്കി ആരുടെയും വളച്ചെടുക്കുകയോ ഈ വക്കപ്പോട് കാണിക്കുന്ന പോലെ അധിവശപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ രേഖകളുള്ളതുകൊണ്ട് പള്ളികൾക്കും ഒന്നും പേടിക്കാനില്ല. പിന്നെ സാധാരണ മനുഷ്യരായ ഞങ്ങളെ സംബന്ധിച്ചോളം, വിശ്വാസികളെ സംബന്ധിച്ചോളം ചർച്ച് ആക്ട് വന്നുകൊണ്ട് ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഞങ്ങൾക്കാകെ പള്ളിയിൽ നിന്ന് ലഭിക്കുന്നത് തിരുവോസ്തി മാത്രമാണ്. അതിനൊരു തടസ്സവും ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ വീടും ഭൂമിയും വക്കപ്പോട് ഇപ്പോൾ കുടിയിറക്കാൻ ശ്രമിക്കുന്നത് പോലെ ചർച്ച് ആക്ടിലേക്ക് കുടിയിറക്കപ്പെടുകയില്ലെന്നുള്ളതും ഞങ്ങൾക്കറിയാം. നമസ്കാരം. മുനമ്പം സമരവേദിയിൽ ഇപ്പോൾ ആദ്യ കാലഘട്ടം മുതൽ മുനമ്പത്തെ സമരക്കാർക്ക് വലിയ രീതിയിൽ പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന കാസയുടെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. കാസയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെവിൻ പീറ്റർ നമ്മളൊപ്പം ഈ ഒരു വിഷയത്തിൽ ചേരുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിലവിൽ അവസാന ഘട്ടത്തിൽ ഒരു ഹെൽപ്പ് ചെയ്താൽ മാത്രമാണ് ഈ മുനമ്പം സമരത്തിൻ്റെ യഥാർത്ഥ വിജയത്തിലേക്ക് നമ്മൾക്കെത്താൻ സാധിക്കുള്ളൂ. എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ? അല്ല, ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കാതെ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ നിയമത്തിനനുസരിച്ച് ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുത്ത് ഇവരുടെ ഈ പ്രശ്നത്തിന് അന്തിമമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ്. അത് ഇത്രയൊക്കെ കേന്ദ്ര സർക്കാർ ചെയ്തു കഴിഞ്ഞു. അതിനകത്ത് സെക്ഷൻ 2 പറയുന്ന പ്രകാരമുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ അതിന് അന്തിമമായ ഒരു പരിഹാരമുണ്ടാവും. അവിടെ BJP ചെയ്തതുകൊണ്ട് അവർക്ക് ഒരു രാഷ്ട്രീയ പ്രയോജനം ലഭിക്കും എന്നുള്ളത് കൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും താമസിപ്പിക്കുക, അല്ലെങ്കിൽ ഇതിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കാതെ ആ കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമപ്രകാരം ഒരു സംസ്ഥാന സർക്കാർ എന്തൊക്കെയാണോ ചെയ്തു കൊടുക്കേണ്ടത് അത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുത്താൽ ഈ മുനമ്പത്തെ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ സമരം വിജയത്തോടു കൂടി അവസാനിപ്പിക്കാൻ സാധിക്കും. അതിനെങ്കിലും പരമാവധി നിങ്ങൾ ഒരു ഭരണകൂടം എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിന് ഇവിടുത്തെ ഇപ്പോൾ കോൺഗ്രസ് ഇതിന് ഒരു മതസംഘടന, മുസ്ലിം ലീഗോ മറ്റേതെങ്കിലും ഒരു പാർട്ടിയോ സുപ്രീം കോടതിയെ ഈ ബില്ലിനെ എതിരെ സമീപിച്ചാൽ നമ്മൾക്ക് അതിനെ ന്യായീകരിക്കാം. കാരണം ഇതൊരു മതേതര പാർട്ടിയായ കോൺഗ്രസ് ആണ് ഇതിനെ വീണ്ടും താമസിപ്പിക്കുക, പരാജയപ്പെടുത്തുക, അതിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, കേന്ദ്ര സർക്കാർ പാസാക്കിയ ഈ നിയമത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് വേണ്ട പിന്തുണ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവർ അതിൽ താമസം കാണിക്കുകയാണെങ്കിൽ യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ സമ്മർദ്ദം ചെലുത്തുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതായ കാര്യങ്ങൾ എല്ലാം പെട്ടെന്ന് ചെയ്യിച്ച് ഇവരുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും സഹകരിക്കണം എന്നുള്ളതാണ് കാസയ്ക്ക് പറയാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വഖഫ് മന്ത്രിയായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ക്രിസ്ത്യൻ മുസ്ലിം വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള ഒരു സംഭവമാണ് BJP ഇതിൽ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ആരോപണം പറഞ്ഞിരുന്നു. എന്താണ് കാസയുടെ ഒരു പ്രതികരണം? ഒന്നുമില്ല, ഇത് ഒരു മതപരമായ ഒരു പ്രശ്നമല്ല, ഇത് നിയമപരമായ പ്രശ്നം മാത്രമാണ്. അതിൽ ഇവർ ആരെയൊക്കെ ഇത്രയും കാലം പിന്തുണച്ചോ, ആരെയൊക്കെ നെഞ്ചിലേറ്റിയോ, ആർക്ക് വേണ്ടി പ്രവർത്തിച്ചോ, ആർക്കൊക്കെ വോട്ട് ചെയ്തോ അവരെല്ലാവരും രാഷ്ട്രീയം മറന്ന് ഇവരെ പിന്നിൽ നിന്ന് കുത്തുമ്പോൾ അവർക്ക് സഹായകരമായി ഉണ്ടായിരുന്നത് BJP മാത്രമാണ്. ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തം എന്നോണം അവർ ഒരു വോട്ട് പോലും അല്ലെങ്കിൽ ഒരു പ്രവർത്തകർ പോലും ഇവിടുന്ന് BJPക്കൊപ്പം ചേരുമെന്ന് ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇവിടുന്ന് BJP വിജയിക്കുമെന്ന് ഒരുപക്ഷെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവുന്നില്ല. പക്ഷേ അവരൊരു ഭരണകക്ഷിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ എന്ന നിലയിലാണ് അവരവരുടെ ഉത്തരവാദിത്തം നിറവേറ്റുക മാത്രമായിരുന്നു. അതൊരു ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടതാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. അതുപോലെ ഇതുപോലത്തെ ഒരു ലാൻഡ് മാഫിയയ്ക്കല്ല പിന്തുണ കൊടുക്കേണ്ടത്. അപ്പോൾ BJP അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആരും അവരെ ഈ മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കാൻ ഇല്ലാതിരുന്ന സമയത്ത് ആ ഉത്തരവാദിത്തം ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഉത്തരവാദിത്തം ഒറ്റയ്ക്ക് ഏറ്റെടുത്തുകൊണ്ട് BJP അവർക്കൊപ്പം ആദ്യം മുതൽ ഈ സമയം വരെ നിന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ക്രിസ്ത്യൻ സഹോദരന്മാർ BJPയിൽ അംഗത്വം എടുത്തിരുന്നു കഴിഞ്ഞ ദിവസം. ഇനിയും ഒരുപാട് ആളുകൾ വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകൾ ഒരു പ്രചരണം നടത്തുന്നുണ്ട്. ക്രൈസ്തവ സമൂഹം ഭാവിയിൽ മണിപ്പൂർ അനുഭവിച്ച പോലെ ചില വിഷയങ്ങൾ ഇവിടെ അനുഭവിക്കും, അതിനുള്ള സമയമാണ് ഇനി വരാനുള്ളത്, നിങ്ങൾ കണ്ടോളൂ എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞൊരു ഭീഷണി സ്വരത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്?
അതിലിപ്പോൾ അവർ പ്രധാനമായിട്ടും പറയുന്നത് ചർച്ച് ആക്ട് വരും, ചർച്ച് ആക്ട് വരും എന്നാണ്. ശരിക്കും അവരോട്, ഈ പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ചർച്ച് ആക്ട് വന്നെന്ന് ഇരിക്കട്ടെ, വന്നതുകൊണ്ട് ഏത് ക്രിസ്ത്യാനിക്കാണ് ഇവിടെ കിടപ്പാടം പോകാൻ പോകുന്നത്? അവൻ്റെ സ്ഥലം ഏത് ക്രിസ്ത്യാനിക്കാണ് പോകാൻ പോകുന്നത്? അവൻ്റെ ആരാധനയും ഇവിടെ അടച്ചിടില്ല, അവൻ്റെ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടാവും. പിന്നെ ക്രിസ്ത്യാനിക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഇവിടെ ചർച്ച് ആക്ട് വന്നതുകൊണ്ട്. അത് ചർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടുത്തെ ഒരു സെൻറ്റ് ഭൂമി പോലും ക്രൈസ്തവ സഭകൾ അനധികൃതമായി സ്വന്തമാക്കി ആരുടെയും വളച്ചെടുക്കുകയോ ഈ വക്കപ്പോട് കാണിക്കുന്ന പോലെ അധിവശപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ രേഖകളുള്ളതുകൊണ്ട് പള്ളികൾക്കും ഒന്നും പേടിക്കാനില്ല. പിന്നെ സാധാരണ മനുഷ്യരായ ഞങ്ങളെ സംബന്ധിച്ചോളം, വിശ്വാസികളായ സംബന്ധിച്ചോളം, ചർച്ച് ആക്ട് വന്നുകൊണ്ട് ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഞങ്ങൾക്കാകെ പള്ളിയിൽ നിന്ന് ലഭിക്കുന്നത് തിരുവോസ്തി മാത്രമാണ്. അതിനൊരു തടസ്സവും ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ വീടും ഭൂമിയും വക്കപ്പോട് ഇപ്പോൾ കുടിയിറക്കാൻ ശ്രമിക്കുന്നത് പോലെ ചർച്ച് ആക്ടിലെ കുടിയിറക്കപ്പെടുകയില്ലെന്നുള്ളതും ഞങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരോടും ഈ പറയുന്ന ആളുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ചർച്ച് ആക്ട് എന്നും പറഞ്ഞ് ക്രിസ്ത്യാനികളെ ഭയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നെല്ലും പതിരും തിരിച്ചറിയാനുള്ള വിവേകം ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കുണ്ട്. അതുകൊണ്ട് മണിപ്പൂരൊന്നും പറയേണ്ട കാര്യമില്ല. മണിപ്പൂരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് 1950 മുതലാണ്. അവിടെ ഇന്നലെ തുടങ്ങിയ പ്രശ്നങ്ങളൊന്നുമല്ല. അവിടെ കുക്കികളും മെയ്ത്തികളും പങ്കലുകളും തമ്മിലും കുക്കികളും നാഗരും തമ്മിലും കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1992 ഉണ്ടായ കുക്കികളും നാഗരും തമ്മിലുള്ള കലാപമാണ് ഏറ്റവും വലിയ കലാപം. 1.5 വർഷക്കാലം ആ കലാപം നീണ്ടു നിന്നു. 34 ഗ്രാമങ്ങൾ അഗ്നിക്കിരയായി, 1200ഓളം പേർ കൊല്ലപ്പെട്ടു. അതിൻ്റെ അത്രയൊന്നും ഇതിവിടെ സംഭവിച്ചിട്ടില്ല. പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് പ്രധാനമന്ത്രി അങ്ങോട്ട് പോകുന്നില്ല എന്ന്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അറിയാതെ രാജ്യത്തെ ഒരു സ്ഥലത്തെയും ഒരു കാര്യങ്ങളും നടക്കില്ല. മണിപ്പൂരിൽ നടക്കുന്ന എല്ലാവിധ കാര്യങ്ങളും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും അറിവോടുകൂടെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയധികം ജനങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വലിയൊരു സെക്യൂരിറ്റി ആവശ്യമുള്ള ഒരു പ്രധാനമന്ത്രി പോയി അവിടെ കുറേ ഒരു ഷോ കാണിക്കുകയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പോകുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ ചായക്കടയിൽ കയറിയിരുന്ന് ഉണ്ടംപുരിയൊക്കെ കഴിക്കേണ്ട ആവശ്യമൊന്നും ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മണിപ്പൂർ ഇപ്പോൾ രാഷ്ട്രപതി ഭരണം വന്നു കഴിഞ്ഞു. അവിടുത്തെ സായുധ ഗ്രൂപ്പുകൾ ആയുധം വെച്ച് കീഴടങ്ങിക്കഴിഞ്ഞു, ഇല്ലാത്തവരെ വെടിവെക്കാൻ ഓർഡർ ഇട്ട് കഴിഞ്ഞു. അവിടെ മുൻപ് കുക്കികളും മെയ്ത്തികളും ഒക്കെ ഉണ്ടാക്കിയിരുന്ന ചെക്ക് പോസ്റ്റുകളും അവരുടെ സായുധ ആളുകളുമൊക്കെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞു. സർക്കാർ പറഞ്ഞതനുസരിച്ച് അവർ ആയുധം വെച്ച് തിരികെ ഏൽപ്പിച്ച സർക്കാരുമായി രമ്യത്തിലാകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മണിപ്പൂരിൽ സമാധാനം തിരികെ വരും. പിന്നെ അവിടെ നടന്നത് ഹിന്ദു ക്രിസ്ത്യൻ ലഹളയോ ഒന്നുമല്ല. അവിടെ നടന്നത് 2 ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഇന്നും തുടങ്ങിയതല്ല. അതിന് സ്വാതന്ത്ര്യത്തിനോളം പഴക്കമുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം CPM-ന്റെ ദേശീയ സമ്മേളനം നടക്കുകയായിരുന്നു. ഉത്തർപ്രദേശിലെ മധുരയിലായിരുന്നു. മധുരയിൽ ഈ പാലസ്തീനെ പിന്തുണച്ചുകൊണ്ട് ചില പ്രത്യേക വസ്ത്രങ്ങളൊക്കെ ശരീരത്തിൽ ധരിക്കാനുള്ളൊരു തീരുമാനമൊക്കെ എടുത്താണ് CPM-ന്റെ ദേശീയ നേതൃത്വം തയ്യാറായത്. പാലസ്തീന് കൊടുത്ത, അല്ലെങ്കിൽ പാലസ്തീനിലെ ആ ഒരു ജനങ്ങൾക്ക് കൊടുത്ത ഒരു പിന്തുണ, ഒരു ഐക്യദാർഢ്യം എന്തുകൊണ്ടാണ് ഈ മുനമ്പത്തെ ജനങ്ങൾക്ക് അവർ നൽകാത്തത്? മുനമ്പത്തെ ജനങ്ങൾ എന്തിന് 50 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ സമരമിരിക്കുന്നു. അവർക്ക് കൊടുക്കാത്ത പിന്തുണ 170ഓളം ദിവസമായി മുനമ്പം സമരപ്പന്തലിരിക്കുന്നു. ഇവിടെ ഒന്നും മുഖ്യമന്ത്രിക്ക് സന്ദർശിക്കാൻ തോന്നിയോ? അവിടെ പാലസ്തീൻ എന്ന് പറയുന്ന പാലസ്തീൻ അല്ലല്ലോ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഹമാസാണ്. ആ ഹമാസിനാണ് ഇവർ പിന്തുണ കൊടുത്തത്. അതായത് ഇവിടുത്തെ മതമൗലികവാദികൾക്ക് വേണ്ടി അവർ കുനിഞ്ഞു നിൽക്കാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന കാഴ്ചയാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു നടപടി തികച്ചും പരിഹാസ്യം എന്ന് വേണം പറയുവാൻ. ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമമന്ത്രി കിരൺ റിജിജു ഇപ്പം മുനമ്പത്തേക്ക് വരികയാണ്. ഏത് തരത്തിലാണ് കാസ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാവുന്നത്? ശരിക്കും ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെയും ഒത്തിരി നിറഞ്ഞ മനസ്സോടുകൂടിയുമാണ് അദ്ദേഹത്തിൻ്റെ വരവിനെ ഞങ്ങൾ കാണുന്നത്. കാര്യം അദ്ദേഹം മുനമ്പത്തെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം അദ്ദേഹം പാലിച്ചിരിക്കുന്നു. ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തെ ഇവിടുത്തെ മുനമ്പത്തുകാരിൽ ഒരാളായി ഞങ്ങൾ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവസാനമായിട്ട് ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോട് ഇപ്പോൾ മാറി ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വോട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് കോൺഗ്രസിനാണ് എപ്പോഴും വലിയ രീതിയിലുള്ള പിന്തുണ കൊടുക്കുന്നത്, അവരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഇനിയെങ്കിലും അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കണം എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ തന്നെ ഇന്നലെ നടന്ന ഒരു സമ്മേളനത്തിൽ, അവകാശ പ്രഖ്യാപന റാലിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഓരോ ക്രൈസ്തവ വിശ്വാസിയും ചിന്തിക്കണം. അതായത് ഇത്രയും കാലം ഇവർ തന്നെ പിന്തുണ കൊടുത്തിരുന്ന കോൺഗ്രസ്, കേരള കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, ആ പാർട്ടികളിൽ ആ സമുദായ നേതൃത്വത്തിന്, ആ പിതാക്കന്മാർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇനി സ്വന്തമായൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ നിലവിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഇടതു വലത് ഭരണ പ്രതിപക്ഷങ്ങളിൽ സമുദായ നേതൃത്വത്തിന് വിശ്വാസമില്ല എന്നിരിക്കെ എന്തിനു വേണ്ടി പിന്നെയും ആ പാർട്ടിയിൽ നിന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയും ചിന്തിക്കണം.